ഗൈസ്, അങ്ങനെ ഇന്ന് അഗ്നവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനൊരു ഫുട്ബോൾ കൊണ്ടുതരാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ കൊണ്ടുവരണം, പിന്നെ അതിൻ്റെ കൂടെ ഫുട്ബോൾ കൊടുക്കണം. ഫുട്ബോൾ ഞാനത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നോക്കാം, അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത്. തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബോൾ അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഞാൻ അവനോട് എന്നാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു ഫുട്ബോൾ മതി. അപ്പോൾ മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞു. എന്തിനാണ് മഞ്ഞ കളറെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഞ്ഞ കളർ കുറേ പരിധിയിലായിട്ട് കേട്ടോ. ഇവിടെ വന്നേരം തറവാട്ടിൽ വന്നേരം ഞാൻ കണ്ടാണ് ഈ ചന്ദ്രന് കണ്ടത്. ചന്ദ്രനും ആകാശമൊക്കെ കാണാൻ എങ്ങനെയുണ്ട്, കിട്ടില്ല ഭംഗിയല്ലേ. ഫസ്റ്റ് ഞാൻ അഗ്നുവിനെ കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്നോട് ചോദിക്കും അന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്നൊക്കെ. എന്നിട്ട് അതൊക്കെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മെല്ലനെ കൊടുക്കാം. ഓക്കെ, വിളിച്ചില്ലല്ലോ നീ എന്നെ ബർത്ത്ഡേക്ക് വിളിച്ചില്ല. ആയിക്കോട്ടെ, ബർത്ത്ഡേക്ക് വിളിച്ചിട്ടില്ലല്ലോ നീ എന്നെ. കേക്ക് വേണ്ട, വിളിക്കാത്തവർക്ക് നമ്മൾ വരില്ലല്ലോ. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, അന്നെ നീ വിളിച്ചിനാ? അന്നെ വിളിച്ചില്ലല്ലോ. എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ലല്ലോ. ആരെ വരാൻ? പായസമൊന്നും വേണ്ട. ആയിക്കോട്ടെ, എന്നെ വിളിച്ചില്ലല്ലോ. വിളിക്കാത്ത ആൾക്കാരുടെ നമ്മളെന്താ? ആയിക്കോട്ടെ അപ്പ, വിളിച്ചിട്ടില്ലല്ലോ. അവിടെ മാറും, വിളിച്ചും കിട്ടുന്നില്ല. വിളിച്ചിട്ടില്ലല്ലോ അല്ലേ? ബർത്ത്ഡേക്ക് വിളിച്ചില്ലേ ഇവൻ എന്നെ? ഇല്ല, മനഃപൂർവ്വം. ആരാ മനഃപൂർവ്വം? ഇല്ല, ഇവനെന്നെ വിളിച്ചില്ല. നിങ്ങളെ വിളിച്ചില്ല അല്ലേ? ആ, അന്ന നീ വിളിച്ചിട്ടില്ലല്ലോ. അന്നെ വിളിച്ചിട്ടില്ലല്ലോ. ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. അതിലൂടെ പോകുമ്പോ ആരോ പറയുന്ന കേട്ടു ഇവിടെ ഇവന്റെ ബർത്ത്ഡേ ആന്ന് പറയാം. നീ ബർത്ത്ഡേക്ക് വിളിച്ചിനാ? എന്നാ ബർത്ത്ഡേക്ക് വിളിച്ചിനാ? മോശമായി പോയി, മറന്നുപോയി. വിളിക്കാൻ വിചാരിച്ചിട്ട് വിളിച്ചിട്ടില്ലല്ലോ. വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആയിരിക്കും എനിക്കാ? എന്ത് തിരക്ക്? എന്തായാലും ബർത്ത്ഡേ ഇത്ര ഈ ദിവസാന്നല്ല പറയണ്ടേ? ആ, ഇവൻ ബർത്ത്ഡേക്ക് വിളിച്ചില്ല. അതിനെപ്പറ്റി പറ. ബർത്ത്ഡേക്ക് വിളിച്ചില്ലല്ലോ. ആയിക്കോട്ടെ, എന്നാലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഫുട്ബോളെല്ലാം മേടിച്ചിനും. പക്ഷെ അതുകൊണ്ട് എനിക്കില്ല. ആയിക്കോട്ടെ. അയ്യോ, ഇനി വേണ്ട. ഇനി ഇത് എനിക്ക് വേണ്ടല്ലോ. ഞാൻ തന്നെ വന്നിട്ട് വേണ്ട. ഇത് എനിക്ക് മേടിച്ചല്ല, എല്ലാവരും കൂടി കളിക്കാൻ വേണ്ടി മേടിച്ച. ഇനി എനിക്കില്ല നമ്മളെ. ആയിക്കോട്ടെ, ബർത്ത്ഡേക്ക് വിളിച്ചാ? നീ വിളിച്ചിനോ ഇല്ലയോ? ആ, വിളിക്കാതെ എടുക്കാൻ എന്തിനാ വരുന്നത്? ഞാൻ എന്തിനാ അല്ലേ ഗിഫ്റ്റെല്ലാം തരണ അല്ലേ? വിളിക്കാതെ എടുക്കാൻ വരണ? വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചിനാ നീ? വിളിക്കാതെ എടുക്കുകയാണെന്തിനാ ഞാൻ ഗിഫ്റ്റ് തരേണ്ട ആവശ്യമുണ്ടോ? വിളിക്കാതെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് തരുന്നു വേണ്ടല്ലോ. ആ, മനഃപൂർവ്വം വിളിച്ചില്ല. എല്ലാരെയും വിളിച്ചില്ല. അന്ന മാത്രം വിളിച്ചില്ല. തെന്നെ പൊന്നെ കരളേന്ന് വിരിച്ചിട്ടല്ലേ ഞാനിവനെ വളർത്തിയത്. ആയിക്കോട്ടെ, നീ എന്നെ വിളിച്ചിനോ ഇല്ല? അതാണ് ഇന്നത്തെ വിഷയം. വിളിച്ചിട്ടില്ല. വിളിക്കാത്തെടുത്ത വരാൻ പാടില്ല. പക്ഷെ എന്നിട്ട് ഞാൻ വന്നു. ആയിക്കോട്ടെ, മനഃപൂർവ്വം. നമ്മളെ കുടുംബായാലും വിളിക്കണ്ടേ? നിങ്ങളെയും വിളിച്ചില്ലല്ലേ? എന്നാലും ഞാൻ ചോദിക്കാ, മനഃപൂർവ്വം നീ വിളിക്കാണ്ടിരുന്നില്ല. എല്ലാരെയും വിളിച്ച് കേക്ക് മുറിച്ച് എന്നിട്ട് നീ എന്നെ ഓർമ്മിച്ചാ? ഞാൻ ചോദിക്കാ, വളരെ മോശമായിപ്പോയി. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ആയിക്കോട്ടെ, കുട്ടമാന് പണിയില്ലേ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ മോനെ. 8 മണിയായി. അപ്പൊ 7 മണി കഴിഞ്ഞിട്ടും നമ്മൾ പണി തീർത്തിട്ടില്ല. എന്നാലും ഇവനെ ആലോചിക്കും. ഇവൻ എനിക്ക് എങ്ങനെ പറ്റിയടാക്കിനവേ? ഞാൻ ആലോചിക്കാ. ചെറുങ്ങനെ കരച്ചിലും വരുന്നുണ്ട്. കരച്ചിൽ വന്നിട്ട് കാര്യമില്ല. പക്ഷെ വിളിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? വിളിക്കേണ്ട ഒരു മര്യാദ ഉണ്ടോ ഇല്ലയോ? ആ, എന്നിട്ട് വിളിച്ചിനാ? ആ, ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് എല്ലാം ഇവിടെ വന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ പൊന്നേക്കാരൻ മിഞ്ഞാന്നും വന്നില്ല.
വന്നിട്ടില്ല. അല്ല അത് കുഴപ്പമില്ല, നമ്മളെ പൊന്നേനെല്ലാം വിളിച്ചിട്ട് വന്നാൽ മതി. ആ പക്ഷെ എന്നാലും ഇത് ഇവൻ നോക്കിയാ പക്ഷെ ചതിച്ചാലിഞ്ഞു മോളെ ഇവൻ. ഇവൻ പണ്ട് എന്നോട് ആച്ചതി വേണ്ടി വരും. മഞ്ഞ ബോൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ ബോളിൽ ഞങ്ങൾ ആലോചിച്ച് മേടിച്ചിട്ട് വന്നേ. എന്നൊരിക്കൽ മഞ്ഞ ഫുട്ബോൾ വേണം എല്ലാവർക്കും കളിക്കാൻ. ഞാനൊന്നും ഓർമ്മയില്ലേ, എല്ലാവർക്കും കളിക്കാൻ എന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ മഞ്ഞ ഫുട്ബോൾ എന്നിട്ട് മഞ്ഞ കിട്ടായിട്ട് ഏടിയെല്ലാം വരുത്തിയിട്ട് മേടിച്ചിട്ട് വന്നതെന്നറിയാം. ഇവൻ മഞ്ഞ വേണമെന്നാ പറഞ്ഞത്. മഞ്ഞാന്നാണ്, ബ്ലാക്ക് ഫുട്ബോൾ ഉണ്ടാണേ. എന്നിട്ട് നീ എന്നെ വിളിച്ചാ? നീ എത്ര പൈസ എന്നെ വിളിക്കാണ്ടിരിക്കുന്നു? വിളിച്ചില്ലല്ലോ. ഭയങ്കര മോശമായി പോയി, ഭയങ്കര മോശമായി പോയി കേട്ടാ. ആയിക്കോട്ടെ അല്ലേ, എല്ലാരോടും പറഞ്ഞു. എന്നെ മാത്രം വിളിച്ചിട്ടില്ല, എന്നെ മാത്രം വിളിച്ചിട്ടില്ല. എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും കൂടിയില്ല. അവിടെ ഇങ്ങോട്ട് വാ വിടി. അപ്പൊ എല്ലാവരും കളിച്ച് വളരുക. ഇനി ഫോണ് നിർത്തിയിട്ട് ഇനി കളിക്കാൻ വേണ്ടി തരുന്ന കേട്ടാ. റീൽസ് എല്ലാം കാണാൻ നിർത്തുക. എന്നോട് ഹോട്ടലിലേക്ക് ഞാൻ വരും. ഓക്കെ എന്നാ കൂട്ടാൻ പോട്ടെ. എന്നാ ചിരിക്കേ, ഞാനെല്ലാം വെറുതെ പറഞ്ഞാ. ചിരി നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചിരിയടാ. ചിരി കാറ്റടിക്കുന്ന പമ്പില്ലേടാ, പമ്പില്ലേ? എല്ലാവരും കളിച്ചോണം കേട്ടോ. അതിനെ കൊണ്ട് ഇവന് മേടിച്ചു കൊടുത്തില്ല. എല്ലാവരും ഫുട്ബോൾ കളിക്കും കേട്ടാ. ഞാൻ പോട്ടെ. എന്നാ ചിരി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചിരിയടാ. ഹലോ വിളിക്കുന്നു. ഹലോ ഹലോ എടാ അഖിലവന്റെ ബർത്ത്ഡേ അങ്ങനെ വിഷ് ചെയ്തേ കൊടുക്കട്ടെ. എന്താ ഇത് ഒരാളിത് ഒന്നും വരണ്ട. ഇത് ഒരിറ്റ ഉണ്ട്. താങ്ക് യു എന്നാ. എന്നെ വിളിച്ചിട്ടില്ല ഇവ, പക്ഷെ ബർത്ത്ഡേക്ക് അതിടാ. എന്നെ വിളിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഫുട്ബോളെല്ലാം മേടിച്ചു വന്നിന്. ഒന്നും അറിയുന്നു എന്നാ അറിയുന്നു. എന്നാ പറഞ്ഞേ? ഏതോ ഒരു പാട്ട് വേണ്ടേ? അറിയുന്ന പാട്ട് പാടി. കൊറിയ അറിയുന്ന പാട്ടാണ്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. കൊടിയ പോയാ നിനക്ക് നല്ലുണ്ടല്ലോ. പാട്ട് പാടാ. ഏതോ പാട്ട് ഓക്കെ പാട്ട് വേണ്ട അല്ലേ? പാട്ട് വേണമെങ്കിൽ മീനിങ് എല്ലാം നോക്കല്. എൻ്റെ അതാ ജെമിനിനോട് ചോദിക്കുക. മോനെ കുട്ടമ്മോനെ പഠിക്കുന്ന ജെമിനിയും ഇല്ല കിമിനിയും ഇല്ല. എന്നാല് പുട്ടോണ് ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായില്ലേ? ആ ഇനി അടുത്ത് നോക്ക്. എനിക്ക് ബർത്ത്ഡേ വിഷു പറഞ്ഞോ? എൻ്റെ ഗേൾഫ്രണ്ട് സത്യം പറഞ്ഞോ? ആരും വിഷയമില്ല. ഗേൾഫ്രണ്ട് വിഷയമില്ല. അതിനെ വിഷയമില്ല. മെസ്സേജ് അയച്ചില്ലോള്. നോക്കട്ടെ. സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും ഓളെ അമ്മ. ഓളെ അമ്മ അയക്കും എനിക്ക്. കോട്ടെ. പക്ഷെ നമ്മൾ ആരാ ഗേൾഫ്രണ്ട് ഇതിനകത്ത് നമ്മൾ പറയൂല. ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറയും, ആരാന്നും അറിയില്ല. അത് രഹസ്യമാണ്. നന്ദിന്നാ. ആയിക്കോട്ടെ. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ടല്ലേ നിറയെ ഗേൾഫ്രണ്ട്സിൻ്റെ മെസ്സേജുകളുണ്ട്. എൻ്റെ വാട്സപ്പ് നിറയുന്ന ഒരു ദിവസം വരും. കുട്ടമ്മാമ എന്നെ അനുഗ്രഹിച്ചു കേട്ടാ. എതിക്കോ ഞാൻ പോട്ടെ. ഫുട്ബോളിലും കളിച്ച് വളരും. ഓക്കെ.